അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ബഖറ അതിൻ്റെ രണ്ടാമത്തെ പേജിലേക്ക്, ഖുർആനിൽ നമ്മൾ ഓതുന്ന സമയത്ത് രണ്ടാമത്തെ പേജിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ അവിടെ ഈ പറഞ്ഞ ഗുണങ്ങളില്ലാത്ത ആളുകൾ, അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിയിൽ വിശ്വസിക്കുന്നില്ല, നമസ്കരിക്കുന്നില്ല, സക്കാത്ത് കൊടുക്കുന്നില്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ള വേദഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കുന്നില്ല. ഇത്തരം ആളുകളെക്കുറിച്ചാണ് തുടർന്നുള്ള ആയത്തുകളിൽ പറയുന്നത്. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ ختم الله على قلوبهم وعلى سمعهم وعلى أبصارهم غشاوة ولهم عذاب عظيم إن الذين كفروا سواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون. നീ ഈ പറയുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ വീണ്ടും 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 ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലൊക്കെയുള്ള സ്വഭാവ ദൂഷ്യം ഉള്ള ആളുകൾ, അവരെ നീ വീണ്ടും 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 ഉപദേശിച്ചത് കൊണ്ട് ഒരു കാര്യമില്ല, അവർ വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതായത് കുഫറിൽ തന്നെ നിൽക്കും എന്ന് ഉറച്ചു നിൽക്കുന്ന ആളുകളെ കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിൻ്റെ കഴിവുകളിൽ അല്ലെങ്കിൽ വിശ്വാസകാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ നിഷേധിച്ചാൽ തന്നെ അവൻ മുർത്തദായി, ദീനിൽ നിന്ന് പുറത്തായി, അതല്ലെങ്കിൽ നിഷേധിയായി മാറി എന്നുള്ളത് ഇവിടെ നമ്മൾ പ്രത്യേകമായി ആലോചിക്കേണ്ട കാര്യമാണ്. അങ്ങനെയുള്ളവരെ പിന്നെ നമ്മൾ എങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാലും സത്യദീനിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മൂടി വെച്ച്, ഒരു മറ വെച്ച് അടച്ചിരിക്കുന്നു. അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയത്തിന് മേലെ, വഅലാ സമഇഹിം, അവരുടെ കാതുകൾക്ക് മീതെ, വഅലാ അബ്സ്വാരിഹിം, അവരുടെ കണ്ണുകൾക്ക് മീതെ. ഇങ്ങനെയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂടിയിരിക്കുന്നു എന്ന് പറയുന്നു. അതായത് അവർക്ക് കാഴ്ച കൊണ്ടോ കേൾവി കൊണ്ടോ ചിന്ത കൊണ്ടോ ഒന്നും സത്യത്തിനെ നേടാൻ കഴിയാത്ത വിധം അവരെ അന്ധന്മാരും ബധിരന്മാരും വിവേകശൂന്യരുമാക്കി അള്ളാഹു സുബ്ഹാനഹു വ തആല ബുദ്ധിശൂന്യരുമാക്കിയിട്ട് മാറ്റുമെന്ന് പറയുന്നു. ഇത് അവരെ അങ്ങനെ ബുദ്ധിശൂന്യരാക്കിയത് കൊണ്ട് അവർക്കിത് കിട്ടുന്നില്ല എന്നല്ല. നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നുള്ളതിനുള്ളൊരു കഴിവ് അവർക്ക് കൊടുത്തിരുന്നു. ആ കഴിവ് അവർ കൃത്യമായിട്ട് ഉപയോഗിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ ആ ഒരു കഴിവ് എടുത്തു കളഞ്ഞു. സത്യത്തിനെ പുൽകാനുള്ള അവരുടെ ആ ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കളഞ്ഞു എന്നുള്ള രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് സത്യത്തിന് നിഷേധിക്കുന്ന ചില ആളുകൾ, അവരോട് നമ്മൾ എത്ര കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവർ തിരിച്ച് അതിനെതിരെ സംസാരിക്കുകയും ആ സത്യം ഉൾക്കൊള്ളാൻ അവർ തയ്യാറാവാതിരിക്കുകയും ചെയ്യുന്നു. അവർക്കുണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള പല നഷ്ടങ്ങളുമായിരിക്കും. ആ ഭൗതികമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് പാരത്രികമായിട്ടുള്ള അമൂല്യമായിട്ടുള്ള അനുപമമായിട്ടുള്ള ഒരിക്കലും തുല്യതയില്ലാത്ത ഒരുപാട് സുഖസൗകര്യങ്ങളെയാണ്, അല്ലെങ്കിൽ സന്തോഷങ്ങളെയാണ്, ശാശ്വതമായ ജീവിതത്തെയാണ് അവർ തള്ളിക്കളയുന്നത് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് നെറുകേടിലും വഴികേടിലും പോകുന്ന ആളുകൾ ആ രീതിയിൽ തന്നെ കാര്യം തീരുമാനിച്ചു പോകുമ്പോൾ അവരങ്ങനെ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ അവരെ വിട്ടയക്കുകയാണ് നാഥൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ദുർമാർഗികളുടെ കൂട്ടത്തിൽ നമ്മളെ പെടുത്താതിരിക്കട്ടെ. സന്മാർഗികളുടെ കൂട്ടത്തിൽ നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.